നമസ്കാരം. വയനാട് ദുരന്തം ഇന്ന് ഇന്ത്യ മുന്നണിയിലെ പിമാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറ്റിയ പിഴവാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന നഗ്ന സത്യം ഇന്ത്യ മുന്നണിയിലെ പിമാർ ഇന്ന് കേന്ദ്രത്തിന് മുന്നിലേക്ക് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന ഒരു കാഴ്ച കണ്ടു. അതായത് ഉരുൾപൊട്ടലുണ്ടായ അന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട മുന്നറിയിപ്പ് അത് ഗ്രീൻ അലേർട്ടായിരുന്നു. നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷേ അമിത്ഷാ പറയുന്നത് അന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചതെന്നാണ്. എന്നാൽ വസ്തുത ഗ്രീൻ അലേർട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഈ ഉരുൾപൊട്ടലുണ്ടായ പിറ്റേ ദിവസമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പറ്റിയ പിഴവ് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന അമിത്ഷാ രാജ്യസഭയിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതും ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയതെന്നും ഇവർ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കേന്ദ്ര പാക്കേജ് വയനാടിന് കൊടുത്തേ മതിയാകൂ, ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുത്തേ മതിയാകൂ എന്ന് ഇന്ത്യ മുന്നണിയിലെ പിമാർ പറയുന്ന ഒരു കാഴ്ച കണ്ടു. സത്യത്തിൽ സുരേഷ് ഗോപി 6-ാം ദിവസമാണ് വയനാട്ടിലേക്ക് വരുന്നത്. വയനാട്ടിൽ വന്ന് തിരിച്ച് അദ്ദേഹം പോയപ്പോൾ മോദിയെ കാണുമെന്നും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചു കേന്ദ്ര പാക്കേജ് അനുവദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമായിരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടം വരെ ഒന്ന് വരുമായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി വന്നു പോയ ശേഷം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഒരു പ്രതികരണം നടത്തി. അതായത് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു പ്രതികരണമായിരുന്നു. അങ്ങനെ ഈ വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ചില കുപ്രചരണങ്ങൾ നടത്തുന്ന കേന്ദ്രമന്ത്രിമാരെയാണ് പിന്നെ നമ്മൾ കണ്ടത്. അതിനുശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം നേരിട്ട് നരേന്ദ്രമോദിയെ കാണുന്നു. വന്ന ശേഷം അദ്ദേഹം പ്രതികരണം നടത്തുന്നത് നരേന്ദ്രമോദിക്ക് വരാൻ താല്പര്യമുണ്ട്, പ്രധാനമന്ത്രി വരാത്തത് രക്ഷാദൗത്യത്തെ അത് ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞ് വളരെ ഒരു മികച്ച ക്യാപ്സ്യൂൾ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം കണ്ടു. എന്തുകൊണ്ടാകാം ഈ വയനാട്ടിലേക്ക് ഈ പറയുന്നത് പോലെ കേന്ദ്രം കാര്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാത്തത്, ഇങ്ങനൊരു അവഗണന കാണിക്കുന്നത് ആ ദുരന്തമുഖത്തോട് എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിയെ ആണെങ്കിൽ നരേന്ദ്രമോദിക്ക് കണ്ണെടുത്താൽ കാണാനും വയ്യ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തെ നടുക്കിയത് എന്നല്ലല്ലോ പറയേണ്ടത്, രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ മഹാദുരന്തം ഉണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? പുറ്റിങ്ങിൽ നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹം വന്നുപോയ കാഴ്ച നമ്മൾ കണ്ടു. അന്ന് ഇലക്ഷൻ സമയമായിരുന്നു. ഇപ്പോൾ ഇലക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. മാത്രമല്ല എത്രയോ തവണ അദ്ദേഹം ഇവിടെ വന്നുപോയി. ഇതൊക്കെ ഇലക്ഷൻ സമയത്താണ് കേട്ടോ അദ്ദേഹം വന്നുപോയത്. പക്ഷേ അതിനിടയ്ക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു. ഇവിടെ അതിനേക്കാൾ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ സമയത്താണ് വലിയൊരു കൈത്താങ് നമുക്ക് കേരളത്തിന് ആവശ്യം, ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ആവശ്യം. എന്നാൽ ഒരു രീതിയിലുള്ള ഒരു ഗുണവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു കരുതലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നതാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ വരികയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിഷയം അതിശക്തമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് വാക്കുകൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉന്നയിക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. വയനാടിനോട് കാണിക്കുന്ന ഈ അവഗണന അത് ഇന്ത്യ മുന്നണിയോട് കാണിക്കുന്ന ഒരു അവഗണനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മാത്രമല്ല 2 ലക്ഷം രൂപ ഇദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കണ്ടു. 2 ലക്ഷം പ്രഖ്യാപിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ പെട്ടിമുടിയിലും അന്ന് ദുരന്തമുണ്ടായപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചതാണ്. ആ ദുരന്തം കഴിഞ്ഞിട്ട് 4 ആണ്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവർക്ക് കേന്ദ്രം അനുവദിച്ച ധനസഹായം കൊടുത്തിട്ടില്ല. സർക്കാർ അനുവദിച്ച പ്രഖ്യാപിച്ച എല്ലാ ധനസഹായം അവർക്ക് കിട്ടുകയും പാക്കേജുകൾ കിട്ടുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ച ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഈ നേരം വരെ. ആ കേന്ദ്രമാണ് ഇപ്പോൾ 400-ന് മുകളിൽ ആളുകൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും കൊടുക്കാമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചു പോലും കൊടുത്തിട്ടില്ലെന്ന്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെയാണ് സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് ഈ വയനാടിന് ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടത്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇതൊന്നും സംഭവിക്കുന്നില്ല.
സുരേഷ് ഗോപി ഇവിടെ വന്ന ശേഷം എന്താണ് കാണുന്നത്? എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ അദ്ദേഹം വന്ന വഴി തന്നെ പലപ്പോഴും സുരേഷ് ഗോപി കയ്യിൽ നിന്നെടുത്തൊരു ഇറക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള നമ്പറുകളൊന്നും കാണിക്കുന്നില്ല. അദ്ദേഹം വന്നു, കണ്ടു, സന്ദർശിച്ചു, ഫോട്ടോ എടുത്തു പോയി. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചു, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന്. അതിന് വ്യക്തമായ മറുപടിയില്ല. രണ്ടാമത് ഈ അമിത്ഷാ അവിടെ പറഞ്ഞ പച്ചക്കള്ളവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. അതിനും ഇദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയില്ല. പിന്നെ ഇദ്ദേഹം മോദിയെ കാണുമെന്നൊക്കെ പറഞ്ഞു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായി മാറി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി എവിടെ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ, പ്രതിഷേധം ഉയരാൻ തുടങ്ങിയപ്പോൾ സുരേഷ് ഗോപി വന്നു, കണ്ടു, പോയി. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വിളിച്ചപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യം കൂടുതൽ രക്ഷാപ്രവർത്തകരെയാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രതികരണം അങ്ങനെയായിരുന്നു മോദിയുമായി. കൂടുതൽ സൈന്യത്തെ ഇറക്കി വളരെ എന്താ പറയുക, ഒരു ദ്രുതഗതിയിൽ തന്നെ അവിടെ എല്ലാ രീതിയിലുള്ള സന്നാഹങ്ങളും ഇറക്കിക്കൊണ്ട് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നരേന്ദ്രമോദി ഒരു വലിയ കാവലായി കരുതലായി ഒക്കെ വരും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയൊരു കാവലും കരുതലുമൊക്കെയായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ 19 എംപിമാർക്കൊപ്പം സുരേഷ് ഗോപി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. അല്ലെങ്കിൽ സുരേഷ് ഗോപി കേരളത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലാണ് കൂടുന്നിട്ടുള്ളത്? കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ന് കെ രാധാകൃഷ്ണൻ ഈ കേരളത്തിനോട് വല്ലാത്ത രീതിയിലുള്ള അവഗണന കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യം കണ്ടു. അങ്ങനെയൊക്കെ നമ്മുടെ സുരേഷ് ഗോപി പാർലമെന്റിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഒന്ന് പേഴ്സണലായിട്ട് എങ്കിലും കേന്ദ്രത്തോട് പറഞ്ഞിട്ട് ഞാൻ കൂടി പ്രതിനിധീകരിക്കുന്ന, ഞാൻ അവിടെ നിന്ന് ജയിച്ചു വന്നൊരു MP ആണ്, അവിടെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടതാണ്, അതുകൊണ്ട് കേരളത്തിനോട് തികഞ്ഞ അവഗണനയൊന്നും കാണിക്കല്ലേ എന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഇദ്ദേഹം ജയിച്ച ശേഷം പ്രഖ്യാപിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, ഒന്നും കിട്ടിയില്ല. അതായത് സുരേഷ് ഗോപി ഒരു MP ആയിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്ന് പറയുന്ന പേര് പോലും ഉച്ചരിച്ചില്ല ഈ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ഉച്ചരിപ്പിക്കാൻ പോലും സുരേഷ് ഗോപിനെയും കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നത് മാത്രമല്ല, അയാൾ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നത് നമുക്ക് കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊപ്പം നമ്മുടെ സർക്കാരും നമ്മുടേതാ ഇത്തരത്തിലുള്ള ആളുകളും മാത്രമേ ഉണ്ടാകൂ എന്ന് കാണിച്ചു തന്നു. നമുക്കൊരു സുരേഷ് ഗോപിയുണ്ട്, നമുക്കൊരു കേന്ദ്ര സഹമന്ത്രിയുണ്ട് എന്നൊക്കെ വെറുതെ പേരിന് പറയാം. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മെച്ചവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 കേന്ദ്ര സഹമന്ത്രിമാരെ കേരളത്തിന് തന്നിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഇത്തരം ദുരന്തങ്ങളിൽ, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലല്ലേ ഇവർ കൈത്താങ്ങായിട്ട് മാറേണ്ടത്. ഒരു രീതിയിലും നമുക്ക് മെച്ചമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവർ വിമർശിക്കാനും പാടില്ല കേട്ടോ. വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അങ്ങ് ഭരചന്ദ്രൻ IPS കളിക്കും. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി മിസ്റ്റർ സുരേഷ് ഗോപി. ഇത് കേരളമാണ്. ചോദിക്കാനുള്ളത് ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കുണ്ട്. നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് തമ്പ്രാങ്കളി കളിക്കാനല്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ, അനാസ്ഥകൾ കാണിക്കുമ്പോഴൊക്കെ നിങ്ങളെ ചോദ്യം ചെയ്യാനും അത് തട്ടിച്ചോദിക്കാനുമുള്ള അധികാരം നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്തായാലും പാർലമെന്റിൽ 19 എംപിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിൻ്റെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ ഈ എംപിമാരൊക്കെ പങ്കെടുക്കുകയും സുരേഷ് ഗോപി മാത്രം പങ്കെടുക്കാതെ മാറി നിൽക്കുകയും കേരളത്തിന് എന്താവശ്യം വന്നാലും ഞങ്ങൾ കെ രാധാകൃഷ്ണനൊപ്പം നിൽക്കാം എന്ന് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഉറപ്പുകൾ പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ കരുതലാണ്, അദ്ദേഹം കേരളത്തിൻ്റെ ക്യാപ്റ്റനാണ് എന്ന് നമുക്ക് ഇനി ഉറപ്പിച്ചു പറയാം. കാരണം കേരളത്തിനൊരാവശ്യമുണ്ടായാൽ, കേരളത്തിലെ ജനങ്ങൾക്കൊരാവശ്യമുണ്ടായാൽ നമുക്കൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് വല്ലാത്തൊരു ആത്മവിശ്വാസം കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകും. ആ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കാരണക്കാരായി മാറിയത് ഈ സർക്കാരാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.